നൂലെല്ലാം കോർക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. നല്ല വശവും കൂടെ ചേർത്തിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിത് തയ്ച്ചു കൊണ്ടുവരണം. ഇങ്ങോട്ട് വരുന്നുണ്ടെ 1/2 ഇഞ്ച്, പിന്നെ ഇങ്ങനെ വരുമ്പോൾ 1/4 ഇഞ്ച്. നല്ല വശം സ്റ്റിച്ച് ചെയ്ത് ഇനി 1/2 ഇഞ്ചിൽ നമ്മൾ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടി ഒരു സൈഡ് ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ 1.25 ഇഞ്ച് കൂടെ മടക്കി വെക്കണം. ഇത് അല്ലെങ്കിൽ നമുക്ക് ചുളു വരും. അതിന് വേണ്ടിയാണ് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടി നമ്മളിനി 1.25 ഇഞ്ച് മടക്കി തയ്ക്കണം. ഒരു ഓൺലൈൻ ക്ലാസ് ഞാൻ പഠിച്ചതാണ്. ഒരു മാഡത്തിൻ്റെ ക്ലാസ്സാണ്. നല്ല ക്ലാസ്സാണ്. നിങ്ങളെല്ലാം ജോയിൻ ചെയ്യും. നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ തയ്ച്ചിട്ടുണ്ട്. നമ്മളിനി ഇലാസ്റ്റിക് ഇടാൻ പോവാണ്. സെറ്റിപ്പിനെടുത്ത് ഇലാസ്റ്റിക് കുത്തുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുക. ഇലാസ്റ്റിക് നമ്മൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അകത്തോട്ട് അങ്ങ് കയറിപ്പോയി. ഇലാസ്റ്റിക് അതിന് വേണ്ടിയാണ്. 2 സൈഡിലും ഇതുപോലെ തയ്ക്കണം. 2 സൈഡും ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 5 ഇഞ്ച് ഇവിടുന്ന് 5 ഇഞ്ച് മെഷർമെൻറ്റിൽ നടുക്കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ തുണി അധികം വലിച്ചു പിടിക്കരുത്. ഇതാ ഇലാസ്റ്റിക് എല്ലാം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് ഇതിൽ നമ്മളിത് ജോയിൻ ചെയ്യുക. പിന്നെ ഷെയ്പ്പറിൽ ജോയിൻ ചെയ്യുക. സാധാരണ മെഷീനിൽ ഇത് ഇച്ചിരി പാടാണ്. എന്നാലും നമ്മൾ പതിയെ കൈകൊണ്ട് തള്ളിക്കൊടുത്താൽ മതി, അപ്പോൾ വരും. അങ്ങനെ ഒടുവിൽ 2 സ്റ്റിച്ചിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇത് അടിഭാഗമല്ലേ, അപ്പം പിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 സ്റ്റിച്ചിട്ട് തയ്ക്കണേ. ഈ കാലിൻ്റെ അടി സൈഡാണ് നമ്മൾ ഈ വെട്ടിട്ടേക്കുന്നില്ല, അവിടെ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ആ ഫോൾഡിൻ്റെ അവിടെ നിന്ന് വേണം, എനിക്ക് ഒരു ക്യാമറ ചെയ്യാനൊന്നും പറ്റുന്നില്ല, ഇങ്ങനെ തയ്ക്കണം. ആ വെട്ടിൻ്റെ ഇടയിലായിരിക്കണം നമ്മുടെ മെഷർമെൻറ്റ് അവിടെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. അന്നേരം ഒരു ലൈൻ മാതിരി വീഴും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മടക്കിയാൽ മതി. കണ്ട ലൈൻ വേണം. ഇങ്ങനെ മടക്കി ഇതിൽ വന്ന് ഇങ്ങനെ നിൽക്കണം. എക്സ്ട്രാ വന്നിരിക്കുന്ന തുണി കട്ട് ചെയ്ത് കളയണേ. ഇനി കാല് രണ്ടും ജോയിൻ ചെയ്യണം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് താഴേന്ന് വേണം ജോയിൻ ചെയ്യാൻ. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേ സമയത്ത് ഇവിടെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് 1/2 ഇഞ്ച്, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ 1/4 ഇഞ്ച് മതിയേ. ഈ അഡ്ജിൽ കൊണ്ടുപോയി നിർത്തണം. അത് കഴിഞ്ഞിട്ട് അടുത്ത കാലിൽ നിന്ന് പിന്നെ തുടങ്ങണം. രണ്ടിൻ്റെയും കൂടെ ഒരേ മെഷർമെൻ്റ് എടുത്ത് ഒരേ ഇതിൽ തയ്ക്കണം. മറ്റേ കാല് കറക്റ്റ് മെഷർമെൻ്റ്. എഡ്ജ് രണ്ടും ഒരേപോലെ വന്നു കണ്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കറക്റ്റ് മെഷർമെൻറ്റ് 35 വന്നു കണ്ടോ.